ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കിരൺസ് ഇൻസൈറ്റ്. നമ്മുടെ ചാനലിൽ ഒരുപാട് പേർ ഒരേപോലെ സജസ്റ്റ് ചെയ്ത ഒരു ആനിമയുണ്ട്, ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യുമോ എന്ന് ചോദിച്ച് ഇൻബോക്സിൽ നിറയെ മെസ്സേജുകളായിരുന്നു. അത്രയ്ക്ക് സ്പെഷ്യലായിട്ട് എന്താണ് ഇതിലുള്ളതെന്ന് ഞാനും ഒന്ന് ചെക്ക് ചെയ്തു. സത്യം പറഞ്ഞാൽ കണ്ടു തീർത്തപ്പോൾ മനസ്സിലൊരു പ്രത്യേക സുഖം നൽകുന്ന ഒന്നായിരുന്നു ദ ഫ്രാഗ്രന്റ് ഫ്ലവേഴ്സ് ബ്ലൂം വിത്ത് ഡിഗ്നിറ്റി എന്ന ഒരു ആനിമെ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം, നമ്മൾ ഈ ചെയ്യുന്ന എഫേർട്ട് കുറച്ച് പേർക്കെങ്കിലും റെക്കമെൻഡ് ആകണമെങ്കിൽ നിങ്ങളുടെ ഒരു ചെറിയ സഹായം വേണം. വീഡിയോ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക. നമ്മുടെ ആ വലിയ ലക്ഷ്യത്തെക്കുറിച്ച് അറിയാൻ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഒട്ട് വൈകിക്കേണ്ട, നമുക്ക് സ്റ്റോറിയിലേക്ക് പോകാം. ആനിമയുടെ തുടക്കത്തിൽ തന്നെ രണ്ട് സ്കൂളുകൾ തമ്മിലുള്ള ആ ഒരു വലിയ വ്യത്യാസം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ഒരു വശത്ത് പാട്ടും ബഹളവുമായി വളരെ ഹാപ്പിയായി ഇരിക്കുന്ന പെൺകുട്ടികൾ, മറുവശത്ത് നമ്മുടെ നായകൻ റിൻഡാരോ സുമുഗി. അവൻ തന്റെ ക്ലാസ്സിലിരുന്ന് ജനാലയിലൂടെ അപ്പുറത്തെ ആ ഗേൾസ് സ്കൂൾ ബിൽഡിങ്ങിനെ നോക്കുകയാണ്. നോക്കിയാൽ ഒരു തല്ലുകൊളി ലുക്കാണെങ്കിലും അവന്റെ മനസ്സിൽ എന്താണെന്ന് ആർക്കും മനസ്സിലാകില്ല. അപ്പോഴാണ് സ്കൂളിന് പുറത്ത് ചില പ്രശ്നങ്ങൾ നടക്കുന്നത്. ചിതോരി സ്കൂളിലെ ചില കുട്ടികളും നാട്ടുകാരും തമ്മിൽ ഒരു ചെറിയ വാക്കുതർക്കം. നിങ്ങളുടെ യൂണിഫോം കണ്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇതാ ചിതോരി സ്കൂളിലെ പിള്ളേരല്ലേ എന്ന് പറഞ്ഞ് അവർ കുട്ടികളെ കളിയാക്കുകയാണ്. അവരുടെ സംസാരം നീളുന്നത് നമ്മുടെ നായകനിലേക്കാണ്. ഇവിടെ ഉയരം കൂടിയ കാണാൻ കുറച്ച് പേടി തോന്നുന്ന ഒരു പയ്യനുണ്ടല്ലോ, അവൻ എവിടെ എന്ന് അവർ ചോദിക്കുന്നു. നിങ്ങൾ റിൻഡാരയെ പറ്റിയാണോ ചോദിക്കുന്നത്? അവൻ ഇവിടെ ഇല്ലല്ലോ എന്ന് അവന്റെ കൂട്ടുകാർ മറുപടി പറഞ്ഞു തീർന്നില്ല. അപ്പോഴേക്കും ആ ഭീകരൻ എന്ന് അവർ വിശ്വസിക്കുന്ന ആൾ അവരുടെ തൊട്ടു പിന്നിൽ വന്നു നിന്നു. എന്തുപറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആ ഗാംഭീര്യമുള്ള ശബ്ദം കേട്ടതും അതുവരെ റിൻഡാരോയെ തിരഞ്ഞു നടന്നവർ പേടിച്ച് വായും പൊളിച്ച് അവിടെ നിന്നും ജീവനും കൊണ്ട് ഓടുകയാണ്. സത്യത്തിൽ അവൻ സഹായിക്കാൻ വന്നതാണോ അതോ പേടിപ്പിക്കാൻ വന്നതാണോ എന്ന് പോലും അവർക്ക് ചിന്തിക്കാൻ കഴിഞ്ഞില്ല. അതാണ് റിൻഡാരോ സുമുഗി. ആ പയ്യൻ പേടിച്ചോടിയത് കണ്ടപ്പോൾ റിൻഡാരോ തന്റെ കൂട്ടുകാരോട് ചോദിച്ചു, എന്തുപറ്റി? അവർ എന്തിനാ ഇങ്ങനെ ഓടുന്നത്? അത് കേട്ട് അവന്റെ കൂട്ടുകാർ അവനെ ഒന്ന് നോക്കി. നീ എന്താണ് അവരെ ഇങ്ങനെ നോക്കുന്നത്? സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇവിടെ വിക്ടിംസ് ആണ്. ഈ പ്രശ്നത്തിനെല്ലാം കാരണം നീ തന്നെയാ. ഇന്നലെ രാത്രി നീ എന്തോ കാട്ടിക്കൂട്ടി എന്ന് പറഞ്ഞാണല്ലോ അവർ ഇങ്ങോട്ട് വന്നത്. റിൻഡാരോയ്ക്കൊന്നും മനസ്സിലായില്ല. അവൻ ഇന്നലെ നടന്ന സംഭവം ഓർത്തെടുത്തു. രാത്രി തന്റെ വീടിന്റെ പുറത്ത് ആരോ വഴക്കിടുന്ന ശബ്ദം കേട്ടപ്പോൾ എന്താണെന്ന് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അവൻ പുറത്തിറങ്ങിയതാണ്. അവിടെ ഒരു പെൺകുട്ടിയും പയ്യനും തമ്മിൽ വലിയ വാക്കുതർക്കം നടക്കുന്നു. അവസാനം ദേഷ്യം വന്ന ആ പെൺകുട്ടി പയ്യന്റെ കരണം നോക്കി വന്ന് പൊട്ടിച്ചിട്ട് അവിടെ നിന്നും പോയി. ആ പയ്യൻ അവിടെ സങ്കടപ്പെട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ സഹായിക്കാമെന്ന് കരുതി നമ്മുടെ റിൻഡാരോ അവന്റെ അടുത്തേക്ക് പതുക്കെ ചെന്നു. എന്നിട്ട് വളരെ പാവമായിട്ട് ചോദിച്ചു, എന്തുപറ്റി? നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ? പക്ഷെ റിൻഡാരോയുടെ ആ ഭീകരമായ രൂപവും ഗൗരവമുള്ള മുഖവും കണ്ടതും ആ പയ്യൻ വിചാരിച്ചത് തന്നെ തല്ലാൻ വന്നതാണെന്നാണ്. അവൻ ജീവനും കൊണ്ട് അവിടെ നിന്ന് പാഞ്ഞു. അതാണെന്ന് രാവിലെ അവർ കൂട്ടുകാരെയും കൂട്ടി ചോദിക്കാൻ വന്നത്. പാവ റിൻഡാരോ സഹായിക്കാൻ ചെന്നിട്ട് അവസാനം വില്ലനായ അവസ്ഥയിലായി അവൻ. കൂട്ടുകാരുടെ വാക്കുകൾ കേട്ട് റിൻഡാരോ സങ്കടത്തോടെ ചോദിച്ചു. അപ്പോൾ ആ പയ്യൻ പേടിച്ചോടിയത് എന്റെ തെറ്റാണല്ലേ? പാവ റിൻഡാരോ ഒരു നല്ല കാര്യം ചെയ്യാൻ പോയിട്ട് അവസാനം പഴി മുഴുവൻ അവനായി. അല്ലടാ, അതൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് മാത്രമാണ് എന്ന് പറഞ്ഞ് കൂട്ടുകാർ അവനെ ആശ്വസിപ്പിച്ചു. അവർ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് കിക്കോ ഗേൾസ് സ്കൂളിലെ രണ്ട് പെൺകുട്ടികൾ അങ്ങോട്ടേക്ക് വരുന്നത്. റിൻഡാരയെയും കൂട്ടുകാരെയും കണ്ടതും അവർ പേടി കൊണ്ടോ വെറുപ്പ് കൊണ്ടോ മുഖം തിരിച്ചു. അപ്പോഴാണ് അവരിൽ ഒരാളുടെ കർച്ചീഫ് താഴേക്ക് വീഴുന്നത്. അതുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പയ്യൻ ആ പെൺകുട്ടികളെ സഹായിക്കാനായി ഓടിച്ചെന്ന കൈലേസ് അല്ലെങ്കിൽ കർച്ചീഫ് എടുത്തു കൊടുക്കുന്നു. പക്ഷേ ആ പെൺകുട്ടികളുടെ പ്രതികരണം ക്രൂരമായിരുന്നു. ആ കർച്ചീഫ് എനിക്ക് വേണ്ട, അത് നീ എടുത്തോ അല്ലെങ്കിൽ വലിച്ചെറിഞ്ഞോ, നിന്റെ കൈ തെറ്റിയ സാധനം ഞാൻ ഇനി ഉപയോഗിക്കില്ല എന്ന് ദേഷ്യപ്പെട്ട് പറഞ്ഞ് അവർ അവിടെ നിന്നും ഓടിപ്പോയി. അപ്പോഴാണ് ചിതോരി സ്കൂളിലെ പിള്ളേരോട് കിക്കോ സ്കൂളിലെ കുട്ടികൾക്കുള്ള ആ കടുത്ത വിരോധത്തെക്കുറിച്ച് റിൻഡാരോയും കൂട്ടുകാരും ചർച്ച ചെയ്യുന്നത്. അവരെ സംബന്ധിച്ചിടത്തോളം കിക്കോ സ്കൂൾ ഒരു പ്രസ്റ്റീജിയസ് അക്കാദമിയാണ്. അവിടെയുള്ളവർ വിചാരിക്കുന്നത് ചിതോരി സ്കൂളിലെ ആൺകുട്ടികളല്ല ലോ ഐക്യമുള്ള വിഡ്ഢികളാണെന്നാണ്. അവരൊന്നും തങ്ങളുടെ നിലവാരത്തിന് ഒത്തുവരില്ലെന്നും വെറും ഗുണ്ടകളാണെന്നും അവർ ഉറച്ചു വിശ്വസിക്കുന്നു. ആ ഒരു മുൻവിധി അല്ലെങ്കിൽ ആ ഒരു പ്രീജീഡിയസ് കാരണമാണ് റിൻഡാരോയെ പോലെ ഒരു പാവം പയ്യനെ പോലും അവർ ഒരു വെറുക്കപ്പെട്ടവനെ പോലെ കാണുന്നത്. കൂട്ടുകാരെല്ലാവരും കൂടി കരോക്കെ പാടാൻ റിൻഡാരോയെ നിർബന്ധിക്കുകയാണ്. പക്ഷെ റിൻഡാരോയ്ക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് സ്കൂട്ടാകണം. എനിക്ക് വീട്ടിൽ കുറച്ച് വർക്ക് ഉണ്ട് എന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറുകയാണ്. എന്താടാ, നിനക്ക് വല്ല ഗേൾ ഫ്രണ്ടും ഉണ്ടോ എന്ന് കൂട്ടുകാർ കളിയൊക്കെ ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നുമില്ല എന്ന് പറഞ്ഞ് അവൻ വേഗം അവിടെ നിന്ന് നടന്നു. സത്യത്തിൽ റിൻഡാരോ പോകുന്നത് അവന്റെ കുടുംബം നടത്തുന്ന ഒരു കേക്ക് ഷോപ്പിലേക്കാണ്. റിൻഡാരോയ്ക്ക് ഒരു ചെറിയ പേടിയുണ്ട്. തന്റെ റൗഡി ഇമേജ് വെച്ച് ആരെങ്കിലും തന്നെ കേക്ക് ഷോപ്പിൽ കണ്ടാൽ എന്ത് വിചാരിക്കും? തന്റെ കൂട്ടുകാർക്ക് പോലും ഈ രഹസ്യം അറിയില്ല. അവൻ കടയിലെത്തിയപ്പോൾ വീട്ടുകാർ അവനെ ആശ്വസിപ്പിച്ചു. നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഇവിടെ ഇപ്പോൾ ആകെ ഒരു പെൺകുട്ടി മാത്രമേ ഉള്ളൂ. അങ്ങനെ റിൻഡാരോ ആ കടയുടെ ഒരു മൂലയിൽ ഇരിക്കുന്ന ആ പെൺകുട്ടിയെ കണ്ടത് രണ്ടുപേരും ഷോക്കായി. അതാണ് നമ്മുടെ നായിക കൗരുക്കോ വാഗൂരി. റിൻഡാരോ ഞെട്ടാൻ മറ്റൊരു കാരണം കൂടിയുണ്ട്. വാഗൂരി കഴിക്കുന്ന ആ രീതി, അത്രയും ആസ്വദിച്ച് നിർത്താതെ കേക്ക് കഴിക്കുന്ന ഒരു പെൺകുട്ടി അവൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. പിന്നീട് റിൻഡാരോ അവളെ കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കി. കുറച്ചു മാസങ്ങളായി അവൾ അവിടെ സ്ഥിരമായി വരാറുണ്ടെന്നും അവളോട് കൂട്ടുകൂടാൻ നല്ല രസമാണെന്നും വീട്ടുകാർ പറഞ്ഞു. പക്ഷെ നീ എന്തിനാണ് അവളെ കുറിച്ച് ചോദിക്കുന്നത് എന്ന ചോദ്യത്തിന് റിൻഡാരോ പാവമായി മറുപടി നൽകി. അതൊന്നുമില്ല, ഞാൻ അവളെ ഒരുപാട് നേരം തുറച്ചു നോക്കിയപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുമോ എന്ന് പേടിയുണ്ട്. അയ്യോ, നീ അതോർത്ത് പേടിക്കണ്ട, അവൾ അങ്ങനെയുള്ള ഒരു കുട്ടിയല്ല. അവൾ തീർച്ചയായിട്ടും വരും. ഇനി വന്നില്ലെങ്കിൽ നമ്മുടെ കേക്കിന്റെ മണം കാണിച്ച് നമുക്ക് അവളെ ഇങ്ങോട്ടേക്ക് എത്തിക്കാം എന്ന് പറഞ്ഞ് വീട്ടുകാർ അവനെ കളിയാക്കി. ആ പെൺകുട്ടി ഇനി വരുമോ അതോ ഞാൻ അവളെ പേടിപ്പിച്ചു എന്ന ചിന്തയിൽ റിൻഡാരോ ആകെ അസ്വസ്ഥനായിരുന്നു. സ്കൂളിൽ കൂട്ടുകാർ ലഞ്ച് കഴിക്കാൻ വിളിച്ചിട്ടും അവൻ പോയില്ല. റിൻഡാരോയ്ക്ക് എന്തോ വലിയ പ്രശ്നമുണ്ടെന്ന് അവർക്കും തോന്നി തുടങ്ങി. എന്നാൽ റിൻഡാരോ വീട്ടിലിരിക്കുമ്പോൾ അവന്റെ സഹോദരൻ ഓടി വന്ന് ഒരു കാര്യം പറയുന്നു. ആ പെൺകുട്ടി വാഗൂരി നിന്നെ കാണാൻ വന്നിട്ടുണ്ട്. കേട്ട പാതി കേൾക്കാത്ത പാതി അവൻ അങ്ങോട്ടേക്ക് ഓടിച്ചെന്നു. കഴിഞ്ഞ
കഴിഞ്ഞ തവണ ഉണ്ടായ ആ ഒരു ബുദ്ധിമുട്ട് പരിഹരിക്കാനായി വാഗൂരി അവന് ഒരു കേക്ക് സമ്മാനമായി നൽകി. പക്ഷേ ആ കേക്ക് കണ്ടത് വാഗൂരിയുടെ കൺട്രോൾ പോയി. കേക്കിനോടുള്ള അവളുടെ ആ ഒരു ആവേശം കണ്ടപ്പോൾ റിൻഡോരയ്ക്ക് ഒരു ചിരി വന്നു. അവൻ ആ കേക്ക് അവൾക്ക് തന്നെ തിരിച്ചു നൽകി. അവൾ അത് ആസ്വദിച്ച് കഴിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവത്തിന്റെ സത്യാവസ്ഥ വെളിപ്പെടുത്തുന്നത്. ഇന്നലെ കസ്റ്റമേഴ്സ് കുറവായിരുന്നില്ല. എനിക്ക് വീട്ടിൽ പോകുന്നത് വരെ വിശപ്പ് സഹിക്കാൻ പറ്റില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇരുന്ന് കഴിച്ചത്. നിങ്ങൾ എന്നെ നോക്കി സർപ്രൈസ് ആയത് ഞാൻ കണ്ടു. ശരിക്കും നിങ്ങളുടെ പേരെന്താ? എന്റെ പേര് റിൻഡോരോ. ഓക്കെ, പേര് ചോദിച്ചെന്ന് കരുതി ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യുകയാണെന്നൊന്നും വിചാരിക്കല്ലേ എന്ന് അവൾ തമാശ രൂപേണ പറഞ്ഞു. അപ്പോൾ റിൻഡോരോ പതുക്കെ ചോദിച്ചു, പക്ഷെ ആദ്യമായി കണ്ടപ്പോൾ നിങ്ങൾ എന്നെ കണ്ട് ഭയന്ന് ഓടുകയല്ലേ ചെയ്തത്? അപ്പോഴാണ് വാഗൂരി ഒരു അപ്രതീക്ഷിതമായ മറുപടി നൽകുന്നത്. അയ്യോ, ഞാൻ ഭയന്ന് ഓടിയതല്ല. ആദ്യമായി ഒരാൾ എന്നെ ഇത്ര ശ്രദ്ധയോടെ നോക്കിയപ്പോൾ എന്റെ ഹാർട്ട് ബീറ്റ് ഫാസ്റ്റ് ആയിപ്പോയി. എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് ഓടിയത്. ആ വാക്കുകൾ കേട്ട റിൻഡോരോ അക്ഷരാർത്ഥത്തിൽ സ്തംഭിതനായിപ്പോയി. ഇതെന്താ ഇവൾ ഇങ്ങനെ സംസാരിക്കുന്നത്? എന്നെ കാണുന്നവരെല്ലാരും പേടിച്ച് വഴിമാറി പോവുകയാണ് പതിവ്. പക്ഷെ ഇവൾക്ക് മാത്രം എന്നെ കാണുമ്പോൾ ഹാർട്ട് ബീറ്റ് കൂടുന്നു എന്ന് പറയാൻ എങ്ങനെ സാധിക്കും? മറ്റുള്ളവർ തന്നെ ഒരു വില്ലനായി കാണുമ്പോൾ ഒരു നായകനെ പോലെ തന്നെ നോക്കുന്ന വാഗൂരിയെ കണ്ട് റിൻഡോരോ അത്ഭുതപ്പെടുകയാണ്. നേരം ഒരുപാട് വൈകിയത് കൊണ്ട് വാഗൂരിയെ സ്റ്റേഷനിൽ കൊണ്ടുവിടാം എന്ന് റിൻഡോരോ കരുതിയതാണ്. പക്ഷേ അവൾ സ്നേഹപൂർവ്വം അത് നിരസിച്ചു. പോകുന്നതിന് മുൻപ് അവൾ ഒരു കാര്യം കൂടി ഉറപ്പിച്ചു പറഞ്ഞു, ഞാൻ ഒരിക്കലും നിന്നെ കണ്ട് പേടിച്ചതേ ഇല്ല, പേടിച്ചോടിയിട്ടുമില്ല. അത് നീ മനസ്സിൽ വെക്കേണ്ട കേട്ടോ. വാഗൂരി പോയതിനു ശേഷം മുറിയിലെത്തിയ റിൻഡോരോയുടെ മനസ്സിൽ പഴയ ഓർമ്മകൾ ഇരച്ചെത്തി. കുട്ടിക്കാലം മുതൽ തന്റെ രൂപത്തെയും നോട്ടത്തെയും കളിയാക്കുന്നവർ, പേടിച്ചു മാറി നിൽക്കുന്നവർ ആരും അവനെ അടുത്തേക്ക് അടുപ്പിച്ചിരുന്നില്ല. എന്നാൽ ഇന്നൊരു പെൺകുട്ടി തന്നെ നോക്കി പേടിച്ചില്ല എന്ന് പറഞ്ഞപ്പോൾ അവന്റെ ഉള്ളിലെ പഴയ മുറിവുകൾ പതുക്കെ ഉണങ്ങുന്നത് പോലെ അവന് തോന്നി. ആ ചിന്തയിലിരിക്കുമ്പോഴാണ് അവന്റെ സഹോദരി ധൃതിയിൽ മുറിയിലേക്ക് വന്നത്. റിൻഡോരോ, വാഗൂരി കേക്ക് മാറാൻ അടുത്ത് കൊണ്ടുപോയത്. വാഗൂരിയെ തിരഞ്ഞ് റിൻഡോരോ പുറത്തേക്ക് ഇറങ്ങി. അപ്പോഴാണ് സ്റ്റേഷൻ സമീപം ആ കാഴ്ച കാണുന്നത്. ആനിമയുടെ തുടക്കത്തിൽ നമ്മൾ കണ്ട ആ രണ്ട് പയ്യന്മാർ വാഗൂരി ശല്യം ചെയ്യുകയാണ്. അവർ അവളെ തടഞ്ഞു നിർത്തി റിൻഡോരയെ കുറിച്ച് മോശമായി സംസാരിക്കുന്നു. അവൻ പോകുന്നത് ആ മോശം സ്കൂളിലല്ലേ, അവൻ നല്ല പയ്യനല്ല, ഗുണ്ടയാണ് എന്നൊക്കെ അവർ തട്ടിയിടുന്നുണ്ട്. അകലെ നിന്ന് ഇതൊക്കെ കേൾക്കുന്ന റിൻഡോരോ വേദനയോടെ അത് അംഗീകരിക്കുകയായിരുന്നു. ലോകം തന്നെ കുറിച്ച് ഇങ്ങനെയാണ് ചിന്തിക്കുന്നതെന്ന് അവൻ അറിയാമായിരുന്നു. പക്ഷെ റിൻഡോരയെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് വാഗൂരി അവർക്കെതിരെ പ്രതികരിച്ചു. ഇല്ല, അവൻ ഒരിക്കലും അവനോട് നേരിട്ട് സംസാരിച്ചിട്ടില്ലല്ലോ. സംസാരിക്കാതെ ഒരാളെ ഇങ്ങനെ ജഡ്ജ് ചെയ്യരുത്, തെറ്റാണത്. അവൻ നല്ല പയ്യനാണെന്ന് എനിക്കറിയാം. അപ്പൊ വാഗൂരിയുടെ മറുപടി കേട്ട് ദേഷ്യം വന്ന ആ പയ്യന്മാർ അവളെ ഉപദ്രവിക്കാൻ കൈവങ്ങി. പക്ഷെ കണ്ണടച്ച് തുറക്കുമ്പോൾ വേഗത്തിൽ റിൻഡോരോ അവർക്കിടയിൽ ചാടി വീണു. ആ തള്ളലിൽ റിൻഡോരയുടെ തല ചുവരിലിടിച്ച് ചെറിയൊരു മുറിവുണ്ടായി. രക്തം കണ്ടതും റിൻഡോരയുടെ ആ കടുത്ത ശബ്ദം കേട്ടതും അതുവരെ ഷോ കാണിച്ച ആ പയ്യന്മാരെ പേടിച്ച് നിലവിളിച്ചുകൊണ്ട് അവിടെ നിന്ന് ജീവനും കൊണ്ടുപോയി. റിൻഡോരയുടെ തലയിലെ മുറിവ് കണ്ട് വാഗൂരി ആകെ പേടിച്ചുപോയി. അവൾ തന്റെ കർച്ചീഫ് എടുത്ത് ആ ചോര തുളച്ചു കൊടുക്കാൻ ശ്രമിച്ചു. അയ്യോ, ഇതൊന്നുമില്ല, ചെറിയൊരു മുറിവല്ലേ എന്ന് പറഞ്ഞ് റിൻഡോരോ അവളെ ആശ്വസിപ്പിച്ചു. എന്നിട്ട് വളരെ സങ്കടത്തോടെ അവൻ പറഞ്ഞു, സോറി, ഞാൻ കാരണം നിനക്ക് ആ പയ്യന്മാരും മറ്റു പ്രശ്നമുണ്ടായല്ലോ. പക്ഷെ റിൻഡോരയെ ഞെട്ടിച്ചുകൊണ്ട് വാഗൂരി മറുപടി നൽകി, നീ എന്തിനാണ് എന്നോട് സോറി പറയുന്നത്? നീ എത്ര നല്ലൊരു വ്യക്തിയാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്തിനാണ് എല്ലാവരും നിന്നെ കുറിച്ച് ഇങ്ങനെ മോശമായി പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ആ വാക്കുകൾ കേട്ടത് റിൻഡോരോ ശരിക്കും സ്തംഭിച്ചുപോയി. ലോകം മുഴുവൻ തന്നെ ക്രൂരനായ ഗുണ്ട എന്ന് വിളിക്കുമ്പോൾ തന്നെ ഒരു നല്ല മനുഷ്യൻ എന്ന് വിശേഷിപ്പിക്കുന്ന ആദ്യത്തെ വ്യക്തിയായിരുന്നു വാഗൂരി. തന്റെ ജീവിതകാലം മുഴുവൻ കേൾക്കാൻ കൊതിച്ച വാക്കുകൾ അവളിൽ നിന്ന് കേട്ടപ്പോൾ അവന്റെ ഉള്ളിലെ എല്ലാ സങ്കടങ്ങളും പെയ്തൊഴിഞ്ഞു. പിന്നീട് റിൻഡോരോ അവളെ സ്റ്റേഷനിൽ എത്തിച്ചു. യാത്ര പറയുമ്പോൾ വാഗൂരി സ്നേഹത്തോടെ അവന് നന്ദി പറയുന്നു. ഇന്ന് ചെയ്തതിനെല്ലാം ഒരുപാട് താങ്ക്സ്, നമുക്ക് ഇനി മറ്റൊരു ദിവസം കാണാം. ആ രാത്രി റിൻഡോയ്ക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. വാഗൂരിയുടെ വാക്കുകൾ അവന്റെ കാതുകളിൽ മുഴുകിക്കൊണ്ടിരുന്നു. അടുത്ത ദിവസം സ്കൂളിലെത്തി അവൻ ആകെ ക്ഷീണിതനായി ക്ലാസ്സിൽ കിടന്നുറങ്ങാൻ ശ്രമിക്കുകയായിരുന്നു. അപ്പോഴാണ് ജനാലയിലൂടെ അപ്പുറത്തെ ആ പ്രസ്റ്റീജിയസ് ഗേൾസ് അക്കാദമിയിലെ ആ ഒരു കർട്ടൻ നീങ്ങുന്നത് അവൻ കണ്ടത്. അവിടെ കണ്ട കാഴ്ച അവനെ ഒന്നും കൂടി ഞെട്ടിച്ചു. അത് വാഗൂരിയായിരുന്നു. താൻ എന്നും അത്ഭുതത്തോടെ നോക്കാറുള്ള ആ വലിയ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് വാഗൂരി എന്ന് അവൻ അപ്പോഴാണ് തിരിച്ചറിയുന്നത്. ആദ്യത്തെ എപ്പിസോഡ് ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. അപ്പോൾ ഗൈസ്, ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തന്റെ രൂപം കണ്ട് എല്ലാവരും പേടിച്ചോടുമ്പോൾ റിൻഡോരയുടെ ഉള്ളിൽ ആ നല്ല മനസ്സ് തിരിച്ചറിഞ്ഞ വാഗൂരിയുടെ ഈ സ്റ്റോറി ശരിക്കും ഹോൾസം ആണല്ലേ. ഈ ആനിമയുടെ അടുത്ത ഭാഗങ്ങൾക്കായി നിങ്ങൾ കാത്തിരിക്കുകയാണെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.